ഫാർമ ഇൻഡസ്ട്രിയിൽ നമ്മൾ എപ്പോഴും കേൾക്കുന്ന 3 വാക്കുകളുണ്ട് അല്ലേ? QA, QC, പിന്നെ QMS. കേൾക്കുമ്പോൾ ഒരുപോലെ തോന്നുമെങ്കിലും ഇവ തമ്മിൽ വലിയ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോ എന്താണ് ഈ മൂന്നും തമ്മിലുള്ള ശരിക്കുള്ള വ്യത്യാസം? അത് നമ്മളെ എന്തിനാണ് ഇത്ര കൃത്യമായി മനസ്സിലാക്കേണ്ടത്? വാ, നമുക്ക് നോക്കാം. ഇതൊരു ചെറിയ കൺഫ്യൂഷനല്ല. ഇതിന്റെ പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ്. ഈ വാക്കുകൾ തമ്മിലുള്ള വ്യത്യാസം ശരിക്കും മനസ്സിലാക്കാത്തത് കാരണം പ്രോഡക്റ്റുകൾ റിജക്റ്റ് ചെയ്യപ്പെടാം, വലിയ പിഴകൾ കിട്ടാം, എന്തിന് വലിയ റെഗുലേറ്ററി ഇൻസ്പെക്ഷനുകളിൽ വരെ പരാജയപ്പെടാം. പലപ്പോഴും ഈ പ്രശ്നങ്ങളുടെയെല്ലാം കാരണം തിരഞ്ഞുപോയാൽ നമ്മൾ ഈ അടിസ്ഥാനപരമായ ആശയക്കുഴപ്പത്തിലേക്കാവും എത്തുക. അപ്പോ നമ്മുടെ പ്രധാന ചോദ്യത്തിലേക്ക് വരാം. QA, QC, QMS. എന്താണിവ തമ്മിലുള്ള ആ യഥാർത്ഥ വ്യത്യാസം? നമുക്ക് ഓരോന്നായിട്ടെടുത്ത് ഈ കൺഫ്യൂഷൻ അങ്ങ് തീർക്കാം. ശരി, നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ക്വാളിറ്റി കൺട്രോൾ, നമ്മൾ എപ്പോഴും പറയുന്ന QC. ഇതാണ് ഗുണനിലവാരത്തിന്റെ ഫൗണ്ടേഷന് പറയാം. വളരെ സിമ്പിളായി പറഞ്ഞാൽ QC എന്ന് പറഞ്ഞാൽ ഹാൻഡ്സ് ഓൺ ടെസ്റ്റിംഗ് ആണ്. ലാബിൽ നടക്കുന്ന പണി. അസംസ്കൃത വസ്തുക്കൾ വരുന്നത് മുതൽ പ്രോസസ്സിംഗിന്റെ ഓരോ ഘട്ടത്തിലും അവസാനം ഫൈനൽ പ്രൊഡക്റ്റ് വരെ ഇതിന്റെ എല്ലാം സാമ്പിളുകൾ എടുത്ത് ടെസ്റ്റ് ചെയ്ത് എല്ലാം വേണ്ട സ്പെസിഫിക്കേഷൻസ് പാലിക്കുന്നുണ്ടോയെന്ന് ഉറപ്പുവരുത്തുന്നു. ഈ ടെസ്റ്റിൽ നിന്ന് കിട്ടുന്ന ഡേറ്റയില്ലേ, അതാണ് ക്വാളിറ്റിയുടെ ഏറ്റവും വലിയ തെളിവ്. ഓക്കെ, അപ്പോ QC പ്രോഡക്റ്റ് ടെസ്റ്റ് ചെയ്യുന്നു. പക്ഷെ ഒരു ചോദ്യമുണ്ട്. ആ ടെസ്റ്റിംഗ് ഒക്കെ ശരിയായ രീതിയിലാണോ നടക്കുന്നതെന്ന് ആര് ഉറപ്പാക്കും? അവിടെയാണ് നമ്മുടെ ക്വാളിറ്റി അഷ്വറൻസ്, അതായത് QAയുടെ എൻട്രി. QAയുടെ പണി ടെസ്റ്റിംഗ് അല്ല, മറിച്ച് ആ പ്രൊസീജിയറുകളും തീരുമാനങ്ങളുമാണ്. അതായത് ബാച്ച് റെക്കോർഡ്സൊക്കെ ശരിയാണോ എന്ന് റിവ്യൂ ചെയ്യുക, പുതിയ പ്രൊസീജിയറുകൾക്ക് അപ്രൂവൽ കൊടുക്കുക, പിന്നെ ഏറ്റവും പ്രധാനം ഒരു ബാച്ച് മാർക്കറ്റിലിറക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന ഫൈനൽ കോൾ എടുക്കുന്നത്. ഇതൊക്കെ QAയുടെ ജോലിയാണ്. അപ്പോ ഇതാണ് മെയിൻ ഡിഫറൻസ്. ഒന്നുകൂടി പറയാം, ശ്രദ്ധിച്ചു കേട്ടോളൂ. QC ലാബിലിരുന്ന് പ്രോഡക്റ്റ് ടെസ്റ്റ് ചെയ്ത് ഡാറ്റ ഉണ്ടാക്കുന്നു. QA ആ ഡാറ്റയും ആ ടെസ്റ്റ് ചെയ്ത പ്രോസസ്സുമൊക്കെ ശരിയാണോ എന്ന് റിവ്യൂ ചെയ്യുന്നു. QC ചെയ്യുന്ന ആളാണെങ്കിൽ QA അത് ശരിയാണോ എന്ന് നോക്കി ഉറപ്പുവരുത്തുന്ന ആളാണ്. ഒരു ബാച്ച് റിലീസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള അവസാന വാക്ക് QAയുടേതാണ്. അപ്പോൾ നമുക്ക് QC ഉണ്ട്, QA ഉണ്ട്, എല്ലാം സെറ്റല്ലേന്ന് തോന്നും. പക്ഷേ അതുമാത്രം മതിയോ? പോരാ. കാരണം എത്ര നല്ല QCയും QAയും ഉണ്ടായാലും ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്ന ഒരു വലിയ സിസ്റ്റം ഇല്ലെങ്കിൽ സംഭവിച്ച തെറ്റുകൾ തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെയാണ് നമ്മുടെ മൂന്നാമത്തെയാളുടെ പ്രാധാന്യം വരുന്നത്. അതെ, ആവർത്തിക്കുന്ന ഈ പ്രശ്നങ്ങൾക്ക് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ വരുന്നു ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം, അഥവാ QMS. ഇതാണ് ബോസ്. QAയും QCയെയും ഒക്കെ നിയന്ത്രിക്കുന്ന ആ വലിയ ചട്ടക്കൂട്. ഒരു കമ്പനിയുടെ ക്വാളിറ്റിയുടെ ഭരണഘടന എന്ന് തന്നെ ഇതിനെ പറയാം. ക്വാളിറ്റി എന്നത് ഭാഗ്യം കൊണ്ട് കിട്ടുന്ന ഒന്നല്ല, അത് ഈ സിസ്റ്റം അനുസരിച്ച് പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുന്ന ഒന്നാണെന്ന് QMS ഉറപ്പുവരുത്തും. അപ്പോ ഈ മൂന്നും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണെന്ന് നോക്കാം. ഇതൊരു പിരമിഡ് പോലെ സങ്കൽപ്പിക്കാം. ഏറ്റവും മുകളിൽ QMS, എല്ലാ നിയമങ്ങളും നയങ്ങളും ഉണ്ടാക്കുന്ന ആ വലിയ സിസ്റ്റം. അതിന്റെ തൊട്ടു താഴെ വരുന്നു QA, ഈ നിയമങ്ങളെല്ലാം കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നു. ഏറ്റവും താഴെത്തട്ടില് ഈ നിയമങ്ങളും പ്രൊസീജിയറുകളും അനുസരിച്ച് പ്രോഡക്റ്റ് ടെസ്റ്റ് ചെയ്യുന്ന QC. കണ്ടില്ലേ എല്ലാം എങ്ങനെ കണക്റ്റഡ് ആണെന്ന്? അപ്പോ അവസാനം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം. എന്തുകൊണ്ടാണ് വെറുമൊരു ടെസ്റ്റിങ്ങിനേക്കാളും അല്ലെങ്കിൽ ഒരു റിവ്യൂവിനേക്കാളും ഒരു കംപ്ലീറ്റ് സിസ്റ്റം ഇത്രയും പ്രധാനപ്പെട്ടതാകുന്നത്? ഇതാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഏറ്റവും വലിയ പോയിന്റ്. നിങ്ങളൊരു ഓഡിറ്റിനെ ഫേസ് ചെയ്യുമ്പോൾ അവർക്കറിയേണ്ടത് നിങ്ങളൊരു പ്രശ്നം പരിഹരിച്ചോ എന്നല്ല, മറിച്ച് ഇനി എങ്ങനെയൊരു പ്രശ്നം വരാതിരിക്കാൻ നിങ്ങളുടെ കയ്യിൽ എന്ത് സിസ്റ്റമാണുള്ളത് എന്നാണ് അവരുടെ ചോദ്യം. അവർക്ക് വേണ്ടത് ഒറ്റത്തവണത്തെ ഒരു ഒത്തുതീർത്തല്ല, ഭാവിയിലേക്ക് ഉറപ്പു നൽകുന്നൊരു സിസ്റ്റമാണ്. അപ്പോ നമുക്ക് ഈയൊരു ചോദ്യത്തോടെ അവസാനിപ്പിക്കാം. നിങ്ങളുടെ സ്വന്തം സ്ഥാപനത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ. അവിടുത്തെ ക്വാളിറ്റി സിസ്റ്റം അതിനെ ദീർഘകാലത്തേക്ക് നിലനിർത്തുന്നതെന്താണ്? അതിനെ ശരിക്കും സുസ്ഥിരമാക്കുന്ന ഘടകം എന്താണ്? ചിന്തിക്കുക.